വിശുദ്ധ കുർബാനയെ ആഴത്തിൽ സ്നേഹിച്ച വിശുദ്ധിയാണ് വിശുദ്ധ ക്ലാര പുണ്യവതി എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഏത് നിമിഷങ്ങളിലും എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ക്ലാര പുണ്യവതി ആ ദിവ്യകാരണത്തെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴൊക്കെ അത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സൈന്യം ആക്രമിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ സൈന്യത്തിന് മുമ്പിൽ പതറി നിന്ന സഹോദരിമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദിവ്യകാരണം എഴുന്നള്ളിച്ച് വെച്ച് ക്ലാര പുണ്യവതി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് വന്ന പ്രകാശം സൈന്യം ഭയപ്പെട്ട് ഓടി എന്നാണ് പറയുന്നത്. ജീവിതത്തില് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെ ആടി ഉലയുന്ന സമയങ്ങളിൽ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ഈ ദിവ്യകാരണത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേക്കണം. വേറൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്, ദിവ്യകാരണത്തെ കെട്ടിപ്പിടിക്കുക. കുടുംബത്തിൽ ആരെങ്കിലും ദിവ്യകാരണത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബം ഏത് തകർച്ചയിൽ നിന്നും, ഏത് പ്രതിസന്ധിയിൽ നിന്നും, ഏത് ആടി ഉലച്ചിൽ നിന്നും രക്ഷപ്പെട്ടു വരും. നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് ഓടരുത്. ദിവ്യകാരുണ്യം, ഈ ക്ലാര പുണ്യവതി നമ്മളിന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ തീരാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാകും, മനസ്സിങ്ങനെ പ്രക്ഷുബ്ധമാകും. ആ സമയത്ത് നിങ്ങളുടെ ഒരു ടെൻഷനും വേണ്ട, ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ആ കാര്യം മാത്രം ഒന്ന് ചെയ്യാൻ പരിശ്രമിക്കുക. ദിവ്യകാരണത്തിന് മുമ്പിലേക്ക് ഓടുക. ആ ദിവ്യകാരണത്തിന് മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചേക്കാം, കെട്ടിപ്പിടിച്ചേക്കാം. ബാക്കി എന്തൊക്കെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ദൈവം ചെയ്തോളുകേ. ബാക്കിയുള്ളതൊക്കെ കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവ് അടഞ്ഞ വാതിലുകൾ, നമ്മൾ കാണാത്ത വാതിലുകൾ ഒക്കെ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് വിശ്വാസത്തോടെ ചെയ്യണം, കെട്ടിപ്പിടിക്കണം, പ്രാർത്ഥിക്കാം.